ഒരു സൂപ്പർ താരത്തെ ഒരു ISL ടീം വിൽക്കാൻ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ISL ടീം, അതായത് മുൻ ISL ടീം, മുൻ ചാമ്പ്യന്മാരായ ഒരു ടീം ചിലപ്പോൾ അടുത്ത ISL സീസണിൽ ഉണ്ടാകില്ല. അത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റും ഉണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ 100 നമ്മുടെ എപ്പോഴും ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അവിടേക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു സൂപ്പർ താരം ഏതാണെന്ന് നോക്കാം. എന്തായാലും ആ ഒരു സൂപ്പർ താരം നമ്മുടെ അബ്ദുൾ റബീഹാണ്. അദ്ദേഹത്തെ ഹൈദരാബാദ് FC ഇപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് ഏതാണ്ട് 1 കോടിക്ക് മുകളിൽ ആണ് അദ്ദേഹത്തിൻ്റെ വില വെച്ചിരിക്കുന്നത്. സോ മിക്കവാറും ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തുടങ്ങിയ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് നോക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഈ ഒരു സമയത്ത് അതുപോലത്തെ ഒരു പ്ലെയറിൻ്റെ ആവശ്യം കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. കാരണം നമ്മുടെ റൈറ്റ് വിങ് ഭയങ്കര വീക്കാണ്. സോ ഉറപ്പായിട്ട് നമ്മൾ അബ്ദുൾ റബീഹിനെ വാങ്ങിക്കാൻ നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അബ്ദുൾ റബീഹ് ഓൺ സെയിൽ എന്ന് തന്നെ പറയണം. എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈദരാബാദ് FCയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഒരു ലാസ്റ്റ് ഡേറ്റ് നൽകിയിരിക്കുകയാണ് ഹൈദരാബാദ് FCക്ക് നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് അധികൃതർ. അതായത് ഓഗസ്റ്റ് 15 എല്ലാം ക്ലിയർ ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഈ ഒരു ടൂർണമെൻറ്റ് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയിക്കണം എന്നിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഹൈദരാബാദ് FCയോട്. എന്തായാലും അതൊന്നും ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ അടുത്ത ISL സീസണിൽ ഹൈദരാബാദ് FC ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. അത് നമ്മുടെ സൂപ്പർ താരം പ്രബീർ ദാസ് തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു ട്രെയിനിങ് സെക്ഷനിലെ കുറച്ച് ഇമേജസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുമായിരിക്കും. എന്തായാലും അദ്ദേഹം വരണ്ടെന്നൊക്കെ പലരും പറയുന്നവരുണ്ട്, അത് സോൾഡ് ചെയ്യാൻ പറയുന്നവരുണ്ട്. എന്തായാലും അവരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇത് റൈറ്റ് ബാക്ക് കളിപ്പിക്കുന്നതിലും റൈറ്റ് വിങ് കളിച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ് വിങ് ഫോർവേഡ് കളിപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ് ബാക്ക് പൊസിഷൻ ഇതിനൊട്ട് ചേരുന്നില്ലെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഡിഫൻസീവ് മൈൻഡ് കുറഞ്ഞൊരു പ്ലെയറാണ്. എപ്പോഴും അറ്റാക്കിങ്ങിലേക്ക് നോക്കുന്ന പ്ലെയറാണ്. ക്രോസിൽ ശ്രദ്ധിക്കുന്നൊരു പ്ലെയറാണ്. സോ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അദ്ദേഹം റൈറ്റ് വിങ് ഫോർവേഡായിട്ട് കളിച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആകുമെന്ന്. റൈറ്റ് ബാക്കിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നാൽ ഞാൻ നേരത്തെ പറയാൻ നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഈ ഒരു വീഡിയോ ഇതിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്സിമം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.